കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉർവശി പത്മനാഭൻ ക്യാബിനിലേക്ക് വരാൻ പറയൂ. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോൺ അറ്റൻഡ് ചെയ്തത് അനു ആയിരുന്നു. വൈദു, നിന്നോട് MDയുടെ ക്യാബിനിലേക്ക് ചെല്ലാൻ അനു അന്താളിപ്പോടെ പറഞ്ഞു. ഒന്ന് കയറിയപ്പോഴേ എനിക്കിട്ട് പണിയൊന്ന് കരുതിയിരുന്നു, അതാവും വൈദു പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഒന്ന് പോടി, ഇന്നിലേക്ക് സാർ എന്ത് കെയർ ആയിരുന്നു. നിന്നെ എടുത്തുകൊണ്ട് കിടത്തിയതൊക്കെ സാറായിരുന്നില്ലേ? അയാൾക്ക് പലപ്പോഴും പല മുഖമാണ് മോളെ. എന്തായാലും ഞാൻ പോയി ചൂടോടെ വാങ്ങിയിട്ട് വരാം. വൈദു അതും പറഞ്ഞു പോയി. അനു നേരെ സഞ്ജുവിന് ഒരു മെസ്സേജ് ഇട്ടു. അവൻ ഉടനെ തന്നെ ഹിരൺമയ്ക്ക് സെൻഡ് ചെയ്തു. വൈദു ക്യാബിൻ്റെ വാതിൽ മുട്ടിയപ്പോൾ അകത്തുനിന്ന് വിക്രത്തിൻ്റെ ശബ്ദം കേട്ടു. വൈദു ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടു കമ്പ്യൂട്ടറിൽ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുന്ന വിക്രത്തെ. സർ, അവൾ അവനെ വിളിച്ചു. യെസ് മിസ്, സോറി മിസ്സിസ് ഉർവശി പത്മനാഭൻ. വൈദുവിന് ദേഷ്യം വന്നെങ്കിലും അവളത് പ്രകടമാക്കിയില്ല. എന്താ സർ വിളിപ്പിച്ചത്? താൻ ഇടയ്ക്ക് വെച്ച് ഇവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി അല്ലേ? പക്ഷേ തൻ്റെ പ്രൊഫൈൽ അപ്പോഴും ആക്റ്റീവ് ആയിരുന്നല്ലോ, അതെന്താ? വർക്ക് ചെയ്തൊരാളെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. എനിക്കറിയില്ല സർ. താനിപ്പോൾ തിരിച്ചു കയറിയിട്ട് എത്ര നാളായി? 4 മാസം. വിക്രം അവളുടെ മുഖത്തേക്ക് നോക്കി. ചെറിയൊരു വാട്ടമുണ്ട് അവിടെ. ഉർവശി, പഴയ മാനേജ്മെൻറ്റില്ല, അറിയാമല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിനോട് ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത, ചെയ്യുന്ന ജോലിയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത സ്റ്റാഫ്സിനെയൊക്കെ ഞാൻ പിരിച്ചുവിടാൻ പോവുകയാണ്. വൈദു പകപ്പോടെ അവനെ നോക്കി. അവൻ്റെ മുഖത്തൊരു പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. തനിക്ക് തോന്നുമ്പോൾ പോകാനും വരാനും ഇത് തൻ്റെ ഭർത്താവിൻ്റെ വീടൊന്നുമല്ല. അവൾ അവനെ തുറച്ചു നോക്കി. നിർത്ത്, പറഞ്ഞു എങ്ങോട്ടാണ് കയറിപ്പോകുന്നത്? താൻ എന്നെ ഇവിടുന്ന് പിരിച്ചുവിട്ടാലും എനിക്കൊരു ചുക്കുമില്ല. ഞാനായിട്ട് കയറി വന്നതല്ല, അർഹതയോടെ തന്നെയാണ് വന്നത്. മാനേജ്മെൻറ്റ് തന്നെയാണ് ജോലിക്ക് വരാൻ വേണ്ടി വിളിച്ചത്. നിങ്ങൾക്ക് ഈഗോയാണ്. എന്നോട് അന്നത്തെ ആ ഇൻസിഡൻറ്റ് വെച്ച് നിങ്ങൾ പക തീർക്കുകയാണ്. സഞ്ജു എൻ്റെ എല്ലാ കാര്യവും നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടൊരു നാടകം കളി. വൈദുഖ്യതപ്പോടെ പറഞ്ഞു നിർത്തി. വിക്രം ആകെ സ്തംഭിച്ചു പോയ അവസ്ഥയായിരുന്നു. ഒന്ന് പേടിപ്പിക്കണമെന്നേ കരുതിയുള്ളൂ. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന തിരിച്ചറിവിലെത്തിയപ്പോൾ ഡോറ് തള്ളി തുറന്ന് ഹിരൺമയി വരുന്നത് വിക്രം കണ്ടു. പൂർത്തിയായി. അവൻ അതും പറഞ്ഞ് അവളെ നോക്കി. മുഖവും മൂക്കിൻ തുമ്പും ചുവന്ന് കണ്ണും നിറച്ച് നിൽക്കുന്നുണ്ട്. ഹിരൺമയി അവളെ ഒന്ന് നോക്കിയിട്ട് അവനെ തുറച്ചു നോക്കി. എന്താ ഇവിടെ? ഉർവശി എന്തിനാ കരയുന്നത്? വന്ന് കയറിയ ഉടനെ നീ അവളുടെ മെക്കെട്ട് കയറിയോ? ഹിരൺമയി ദേഷ്യത്തിൽ ചോദിച്ചു. വിക്രം പല്ല് കടിച്ച് അവനെ നോക്കി. ഞാൻ MD ആണ്, ഈ തെണ്ടി മറന്നുപോയോ? ഉള്ള വില കൂടി കളയും. ഉർവശി, താൻ പൊയ്ക്കോ, ഹിരൺമയി പറഞ്ഞപ്പോൾ അവളൊന്ന് വിക്രത്തെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിന്നെ ഇപ്പം എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? വിക്രം ദേഷ്യത്തോടെ പറഞ്ഞു. മോനെ കുഞ്ഞാ, നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അനുഭവങ്ങൾ ഒരുപാടുള്ള കുട്ടിയാ. അതിനോട് വേണ്ട നിന്റെ വിരട്ടലൊന്നും. എന്താ അമ്മ പറഞ്ഞതുപോലെ നിനക്ക് അവളെ കെട്ടാമെന്ന് വല്ല മോഹമുണ്ടോ? വിക്രം കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ടെങ്കിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒരിക്കൽ എൻ്റെ വിവാഹം മുടങ്ങിയതല്ലേ. അവളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതും. സാരമില്ല, ഞങ്ങൾ ചേരും, ഹിരൺമയി കൂളായി പറഞ്ഞപ്പോൾ വിക്രം കയ്യിലിരുന്ന പേന 2ആയി പൊട്ടിച്ചു. അവളെ കെട്ടിയെടുത്ത് നീ ശ്രീരകത്ത് കാലുകുത്തില്ല. വിക്രം വാശിയോടെ പറഞ്ഞു. കാലുകുത്തില്ല, പകരം കൈകുത്തി വരാം. എന്തേ? വിക്രത്തിന് ആകെ ദേഷ്യം വന്നു. ഹിരൺമയി പുഞ്ചിരിയോടെ കൈകെട്ടി അവനെ നോക്കി. ശരിക്കും നിന്റെ പ്രശ്നം എന്താ കുഞ്ഞാ? നിന്നോട് അവൾ അന്ന് കയർത്തതിനാണോ? അതോ അവൾ വിക്രം രാംഗോപാലിൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ? എന്താണെങ്കിലും അതിനോട് ദേഷ്യം വേണ്ട കുഞ്ഞാ. അതൊരു പാവമാണ്. ചെറിയ പ്രായത്തിൽ അമ്മയെ നഷ്ടപ്പെടുക, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് മറ്റൊരു ജീവിതത്തിൽ കാലുവെച്ചപ്പോൾ അവിടെയും അവളെ കാത്തിരുന്നത് ദുരിതമല്ലേ? നമ്മുടെ ചാരുവിനാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നതെങ്കിലോ? വിക്രം പകപ്പോടെ അവനെ നോക്കി. വേദനിക്കുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ ഉർവശി ഒരു പെൺകുട്ടിയാണ് കുഞ്ഞാ. നിന്റെ ഈ മാട സ്വഭാവം മാറ്റിവെച്ച് ഇവിടെയെങ്കിലും എല്ലാവരോടും കുറച്ച് ഫ്രണ്ട്ലി ആവോ. നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരെല്ലാം നമ്മുടെ അടിമകളല്ല കുഞ്ഞാ. അവർക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടും. നീ ഇപ്പോൾ എൻ്റെ കൂടെ വാ. നിന്റെ താല്പര്യം പോലെ കൺസൾട്ടിംഗ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വന്ന് നോക്ക്. ഹിരൺമയി അവനെ ഒന്ന് തണുപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കളക്ഷൻ ഏരിയയുടെ മുന്നിലൂടെയാണ് അവൻ പോയത്. അവിടെയൊന്ന് പാളി നോക്കിയെങ്കിലും വൈദു ഉണ്ടായിരുന്നില്ല, ഒപ്പം അനുവും. അവർ ക്യാൻറ്റീനിലേക്ക് പോയി. അവൻ്റെ നോട്ടം കണ്ട് ഹിരൺമയി പറഞ്ഞു. വിക്രം തല കുടഞ്ഞു കൊണ്ടുപോയി. അവിടെ 3 ഡോക്ടേഴ്സായിരുന്നു ജനറൽ മെഡിസിൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞയാഴ്ച ഡോക്ടർ രാജീവ് റിസൈൻ ചെയ്ത് വൈഫിൻ്റെ അടുത്ത് പോയിരുന്നു. വൈഫ് ചെന്നൈയിൽ ഡോക്ടറാണ്. ആ ഒഴിവിലാണ് വിക്രം ചാർജ് എടുക്കുന്നത്. ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിലാണ് വിക്രത്തിൻ്റെ OP സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ ഐശ്വര്യമായി ആരംഭിച്ചോളൂ. ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഇന്ന്. രാജീവ് സാറിൻ്റെയാണ് കൂടുതൽ പേരും. അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി എല്ലാം സിസ്റ്റത്തിലുണ്ടെന്ന് പറഞ്ഞു. നീ അതൊക്കെ ഒന്ന് നോക്ക്. എന്നെ അസിസ്റ്റൻ്റ് ചെയ്യുന്നതാരാ? നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്. എന്താ
ഉർവശി പത്മനാഭൻ തന്നെ വരണോ അസിസ്റ്റ് ചെയ്യാൻ? ഹിരൺമയി അവനെ അമർത്തി നോക്കി. അത് മതി, വിക്രം ലാഘവത്തോടെ പറഞ്ഞപ്പോൾ ഹിരൺമയി അവനെ തുറച്ചു നോക്കി. മണ്ടത്തരം പറയാതടാ. നേഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി എന്തിനാ ലാബ് ടെക്നീഷ്യനായി അവൾ ചെയ്യുന്നത്? അവിടെ ഒരു സ്റ്റാഫ് കുറയില്ലേ? നീ വന്ന ഉടനെ അവളെ ഒരുപാട് പ്രഷർ ചെയ്യരുത്. ഹോസ്പിറ്റലിലുള്ളവരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കരുത്. ഹിരൺമയി അവനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി ചേട്ടാ, ഇന്നലെ വരെ എനിക്കൊപ്പം നിന്നവളല്ലേ. ഞാനിവിടെ ആയിട്ട് ഒന്ന് സെറ്റാവുന്നവരെ മാത്രം അവൾ എനിക്കൊപ്പം വേണം. സീറ്റിൽ ചാരിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് പറയുന്നവനെ ഹിരൺമയി സൂക്ഷിച്ചു നോക്കി. ചെറുക്ക, പ്രേമം വല്ലതാണോ ഇനി? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു സാധനം. തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക് നീ. കുറച്ച് ദിവസത്തേക്ക് ഫെൽബോട്ടമിക്കാരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. വെറുതെ ഒന്നുമല്ല, അവളുടെ സാലറി ഞാൻ കൂട്ടി കൊടുക്കാം. പോരെ? നീ എന്താണേലും കാണിക്കും. ബാംഗ്ലൂർ കാണിച്ച് കൂട്ടിയൊന്നും മറന്നിട്ടില്ലല്ലോ. അവസാനം ഒരുത്തി തലയിലാവുമെന്ന് കരുതിയപ്പോഴാണ് നീ ഫ്ലോട്ടിങ് നിർത്തിയത്. അതുപോലെ ഉർവശിയുടെ അടുത്ത് പോയാൽ വായി പല്ലിൻ്റെ എണ്ണം കുറയും മോനെ. വേണ്ടാന്ന് മുഖത്ത് നോക്കി പറഞ്ഞവൻ്റെ താലി വലിച്ചെറിഞ്ഞു വന്ന പെണ്ണ. തീയ തൊട്ടാ പൊള്ളും. ഞാൻ തൊടുന്നില്ല. പോരെ? അവൾ തീയാണെങ്കിൽ ഞാൻ കാറ്റാവാം. ഞാനിങ്ങനെ ആഞ്ഞു വീശുമ്പോൾ അവൾ അണഞ്ഞു പോയിക്കോളും. അവസാനം അൽഫാം പോലെ കരിഞ്ഞിരിക്കത്തേ ഉള്ളൂ. നീ പോടാ. ടേബിളിലിരുന്ന കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി എടുത്ത് എറിയാൻ ഓങ്ങിയതും ഹിരൺമയി ഒഴിഞ്ഞു മാറി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. 11 മണി മുതലാണ് വിക്രം അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. എടി മോളെ, നിനക്കുള്ള പണിയുമായി അങ്ങനെ പിന്നാലെ തന്നെയുണ്ട്. നിന്നോട് കൺസൾട്ടിങ് റൂമിലേക്ക് ചെല്ലാൻ. ഇന്നു മുതൽ നിന്റെ ഡ്യൂട്ടി അവിടെ അത്രേ. അനുവെന്ന് പറഞ്ഞപ്പോൾ വൈദുവിന് ദേഷ്യവും സങ്കടവും വന്നു. ഇയാളെൻ്റെ പുക കണ്ടേ അടങ്ങും. ഇതത് തന്നെ മോളെ. ഏത്? ലവ്, മൊഹബത്ത്, കാതൽ. അനു ഒരു ഈണത്തിൽ പറഞ്ഞപ്പോൾ വൈദു അവളെ കലിപ്പിച്ചു നോക്കി. മണ്ണാങ്കട്ട, എൻ്റെ എല്ലാ ചരിത്രവും അറിഞ്ഞ് അങ്ങേർക്ക് എന്നോട് പ്രേമം. അയാൾ എവിടെ ഇരിക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? ഒരു ഡോക്ടറും ലാബ് ടെക്നീഷ്യനും തമ്മിലുള്ള അന്തരം, സമ്പത്തിൻ്റെ അതിരം. അതുമാത്രമോ, ഒരു 2ാം കെട്ടുകാരിയായില്ലേ ഞാനിപ്പോൾ? പോരാത്തതിന് അങ്ങേരുടെ ശത്രുവിൻ്റെ ഭാര്യയും. അയാൾക്ക് എന്നോട് പ്രേമം. നല്ല തമാശ. ഇത് എന്നോടുള്ള ദേഷ്യമാണ്. അന്ന് ഞാൻ നടുറോഡിൽ വെച്ച് അയാൾ പറഞ്ഞതിനൊക്കെ പകരം വീട്ടുന്നത്. അതുമാത്രമല്ല, പാൻറ്റിടാതെ എൻ്റെ മുന്നിൽ നിന്നിൻ്റെ നാണക്കേടും. ഹിരൺമയി സാറിനെ പോലെയല്ല അനു വിക്രം. സ്റ്റാഫ്സിനോട് അയാൾക്ക് യാതൊരുവിധ അടുപ്പവും ഇല്ല. തൽക്കാലം നീ ചെല്ല്. MDയുടെ ഉത്തരവല്ലേ. കുറച്ച് ദിവസത്തേക്ക് ANMൻ്റെ പണി കൂടി എടുത്തോ. എക്സ്പീരിയൻസ് ആവട്ടെ. അനു കളിയാക്കിയപ്പോൾ അവളുടെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തുകൊണ്ട് വൈദു വിക്രത്തിൻ്റെ റൂമിലേക്ക് പോയി. പേഷ്യൻസ് എല്ലാം വന്ന് ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. സർ, അവൾ വിളിച്ചപ്പോൾ അവൻ കമ്പ്യൂട്ടറിൽ നിന്ന് തലയുയർത്തി അവളെ രൂക്ഷമായി നോക്കി. ഇത്രയും സമയം എന്താ ലേറ്റായത്? അവിടെ തിരക്കായിരുന്നു. ടോക്കൺ അനുസരിച്ച് പേഷ്യൻസിനെ വിളിക്കുക. അടുക്കി ഓർഡറിൽ വെച്ചിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് ഷീറ്റ് എടുത്ത് വൈദു പുറത്തു പോയി 1ാമത്തെ ടോക്കൺ വിളിച്ചു. അടുത്തയാളിനെ ഡോറിനടുത്തുള്ള കസേരയിൽ ഇരുത്തിയിട്ട് വൈദു ഡോർ അടച്ച് വിക്രത്തിൻ്റെ അടുത്തേക്ക് പോയി നിന്നു. ഒരമ്മൂമ്മയായിരുന്നു. രാജീവ് സാറിൻ്റെ സ്ഥിരം പേഷ്യൻ്റാണെന്ന് ഹിസ്റ്ററി കണ്ടപ്പോൾ വിക്രത്തിന് മനസ്സിലായി. റിസൾട്ടൊക്കെ വാങ്ങി നോക്കി മെഡിസിനൊക്കെ എഴുതി കൊടുത്ത് വിക്രം വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. കോണ്ടാമൃഗം, എന്നോട് മാത്രമേ ചാടിക്കൊടുക്കൂ. വൈദു പിറുപിറുത്തുകൊണ്ട് അവനെ നോക്കി. വായും പൊളിച്ച് നിൽക്കാതെ അടുത്ത ആളിനെ വിളിക്കുക. മുമ്മയും കൊണ്ട് കൂടെയുള്ളയാൾ പുറത്തിറങ്ങിയപ്പോൾ വിക്രം അവളോട് ചാടിക്കടിച്ചു. അവൾ പോയി അടുത്തയാളിനെ വിളിച്ചു. അങ്ങനെ വന്ന പേഷ്യൻസ് എല്ലാം പോയി കഴിഞ്ഞിരുന്നു. ഉച്ചയായി. വൈദുവിൻ്റെ ഫോണിലേക്ക് സഞ്ജുവിൻ്റെ കോള് വന്നുകൊണ്ടിരിക്കുന്നു. കഴിക്കാൻ വിളിക്കുന്നതാണ്. നിങ്ങൾക്ക് വിശപ്പും ദാഹമൊന്നുമില്ലേ? വൈദു പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. 2 മണിയായിട്ടും എഴുന്നേറ്റ് വരാത്തവനെ നോക്കി വൈദു പല്ല് കടിച്ചു. വിശപ്പ് സഹിക്കാൻ പറ്റാത്തയായിട്ടുണ്ട്. നീ കഴിക്കാൻ വരുന്നില്ലേ? ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നുകൊണ്ട് ഹിരൺമയി ചോദിച്ചപ്പോൾ വിക്രം കമ്പ്യൂട്ടറിൽ നിന്ന് തലയുയർത്തി അവനെ നോക്കി. ഉർവശി, താനിതിരെ കഴിക്കാൻ പോയില്ലേ? ഹിരൺമയി വാടിത്തളർന്നു നിൽക്കുന്ന വൈദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ ഇല്ലെന്ന് തല കുലുക്കിയപ്പോൾ അവൻ വിക്രത്തെ കലിപ്പിച്ചു നോക്കി. OP ടൈം കഴിഞ്ഞ് 1 മണിക്കൂറുമായി. നീ ഈ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തിയതിൻ്റെ ഉദ്ദേശം എന്താ കുഞ്ഞാ? കുട്ടി പോയി കഴിക്കുക. ഹിരൺമയി വിക്രത്തോട് ചൂടായിട്ട് വൈദുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വാ തുറന്ന് പറയണം കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ മിണ്ടാതെ നിന്നാൽ ഞാൻ എങ്ങനെ അറിയും? വിക്രം ലാഘവത്തോടെ പറയുന്നത് കേട്ട് വൈദു അവനെ നോക്കി. അവക്കറിയില്ലല്ലോ, നിനക്ക് പറയായിരുന്നു പോയി കഴിക്കാൻ. ഒന്നും അറിയാത്ത കുഞ്ഞ്. ഏട്ടനൊന്ന് പോയേ, വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നു. താൻ ചെല്ല്, പോയി കഴിച്ചിട്ട് കളക്ഷണൽ ഡ്യൂട്ടിക്ക് കയറ. പൊയ്ക്കോ. ഹിരൺമയി അനുഭാവത്തോടെ അവളോട് പറഞ്ഞു. വൈദു തലകുലുക്കിക്കൊണ്ട് വിക്രത്തെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ വിക്രം നിന്നോട് കാണിച്ചതിനൊക്കെ പകരം വീട്ടുന്നതാണോ നീ? ഹിരൺമയി അമർഷത്തോടെ അവനെ നോക്കി ചോദിച്ചു. അത്രയ്ക്ക് നട്ടലില്ലാത്തവനല്ല ഞാൻ. അവൻ ചെയ്തതിനൊക്കെ ഞാൻ എന്തിന് അവളോട് പക വീട്ടണം? അതും അവൻ വലിച്ചെറിഞ്ഞ ഒരുവളോട്.
അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. പിന്നെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ്. മാനേജ്മെൻറ്റിനോട് യാതൊരു ബഹുമാനവും ഇല്ല. മാനേജ്മെൻറ്റിനെ മോൻ കൂട്ടുപിടിക്കേണ്ട, എം ഡിക്കെന്ന് പറ. നിനക്കാ അവളെ കണ്ണി പിടിക്കാത്തത്. വെറുതെ ആവശ്യമില്ലാതെ ആ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കരുത്, പറഞ്ഞേക്കാം. ഹിരൺമയി താക്കീതോടെ അവനെ നോക്കി. വിക്രത്തിന് ദേഷ്യം വന്നു. അത്രയ്ക്ക് പൊള്ളാൻ അവൾ നിന്റെ ഭാര്യയൊന്നുമല്ലല്ലോ, കൂടുതൽ ഭരിക്കാൻ വരരുത്. നീയാ എല്ലാത്തിനും കാരണം. ഓരോന്നിനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. ഭാര്യ ആയാലോ, അന്നേരം നീ തന്നെ പറയണം. ഹിരൺമയി ദേഷ്യത്തിൽ പറഞ്ഞു. സമ്മതിക്കില്ല. അവളെ ഭാര്യയാക്കാമെന്ന് നീ കരുതണ്ട. എന്തുകൊണ്ടാക്കിക്കൂടാ? അറിഞ്ഞിടത്തോളം ആ കുട്ടി ഒരു പാവമാണ്. നമ്മുടെ വീടിന് അമ്മയെപ്പോലൊരു മരുമകളെ ചേരൂ. ആ ക്വാളിറ്റി എന്തായാലും അവൾക്കുണ്ട്. ഇനഫ്. ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. പൊയ്ക്കോ. അവളൊരിക്കലും നിന്റെ ഭാര്യയെ ശ്രീലകത്ത് കാലുകുത്തില്ല. കുത്തിക്കില്ല ഞാൻ. ഹിരൺമയ്ക്ക് ചിരി വന്നു. അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ വിക്രം വർദ്ധിച്ച ദേഷ്യത്തോടെ കസേര ചവിട്ടി നീക്കി ഗ്ലാസ് വിൻഡോയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. താഴെ ഒരു കുളമാണ്. അതിൽ നിറയെ ആമ്പൽപ്പൂക്കൾ വിടർന്നു നിൽപ്പുണ്ട്. കടും റോസ് നിറത്തിലുള്ള ആമ്പൽപ്പൂക്കൾക്കിടയിൽ ഒരേയൊരു വെള്ളാമ്പൽ പൂത്തു നിൽക്കുന്നുണ്ട്. അവളെ കാണുന്തോറും തനിക്കുണ്ടാകുന്ന വികാരങ്ങൾ വിക്രത്തെ അസ്വസ്ഥമാക്കി. അവളോട് ദേഷ്യമാണോ വെറുപ്പാണോ തോന്നുന്നത്? ഒന്നും അറിയില്ല. മനഃപൂർവ്വമാണ് പിടിച്ചു നിർത്തിയത്. ഏട്ടന് അവളോട് എന്താണ് ഇത്ര സോഫ്റ്റ് കോർണർ? അവളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം എന്തിനാണ് ഈ വാചാലത? ഇല്ല, ഏട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളയണം. അമ്മയ്ക്കും ചാരുവിനും അവളെ കണ്ടപാടെ ബോധിച്ചിട്ടുണ്ട്. ജീവനക്കാരോട് ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം കാണിക്കാത്ത അച്ഛന് പോലും അവളോടൊരു മമതയുണ്ട്. പക്ഷേ തനിക്ക് അവളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണെന്ന് തനിക്ക് പോലും അറിയില്ല. വരുന്നെങ്കിൽ വാ, ഇല്ലെങ്കിൽ അമ്മ തന്നിട്ട മാങ്ങാപ്പുളിശ്ശേരി ഞാൻ എടുത്ത് ആ പിള്ളേർക്ക് കൊടുക്കും. വാതിൽ തുറന്ന് കയറി വന്നുകൊണ്ട് ഹിരൺമയി ഇറുകണ്ണോടെ അവനെ നോക്കി. വിക്രം അവനെ പുരികം ചുളിച്ച് നോക്കിയിട്ട് ഫോണും എടുത്ത് പിന്നാലെ പോയി. എത്ര സമയമായി വൈദ്യു നിന്നെ വിളിക്കുന്നു? സഞ്ജു ദേഷ്യത്തോടെ ചോദിച്ചു. സ്റ്റാഫ്സിനുള്ള ക്യാൻറ്റീനിലെ ഇരിപ്പിടത്തിലിരിക്കുകയായിരുന്നു സഞ്ജുവും അനുവും വൈദ്യുവും കൂടി. ആ കാണ്ടാമൃഗം എന്നെ വിട്ടില്ല. അവസാനം ഹിരൺമയി സാർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എവിടുന്ന് പോകും സഞ്ജു? എനിക്ക് പറ്റില്ല. മനഃപൂർവ്വം അയാൾ എന്നോട് ചെയ്യുന്നതാണ് ഇതൊക്കെ, വൈദ്യു അമർഷത്തോടെ പറഞ്ഞു. പോട്ടെ, നമുക്ക് ഹിരൺമയി സാറിനോട് സംസാരിക്കാം. നിനക്ക് പറ്റില്ലെന്ന് പറയാം. അനു അവളെ സമാധാനിപ്പിച്ചു. പിന്നീട് വൈദ്യുവിന് ആശ്വാസമായിരുന്നു. അവൾക്ക് പഴയ സ്ഥലത്തായിരുന്നു ഡ്യൂട്ടി. വൈദ്യുവിനും അനുവിനും നൈറ്റ് ഡ്യൂട്ടി ഇല്ല. അവർ ലാബിലല്ലാത്തതുകൊണ്ട് രാത്രി 8 മണി വരെയായിരുന്നു ഡ്യൂട്ടി ടൈം. സഞ്ജുവിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. 5 മണിയായപ്പോൾ വൈദ്യു ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി. അനു 6 മണിക്ക് ഇറങ്ങൂ, സഞ്ജു 7 മണിക്കും. കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ടായിരുന്നതിനാൽ ഹിരൺമയി എസ്റ്റേറ്റിലേക്ക് പോയിരുന്നു. വൈദ്യു സ്കൂട്ടർ എടുത്ത് അണ്ടർഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് വിക്രമും കാറെടുത്ത് പിന്നാലെ വന്നത്. അവളത് കണ്ടിരുന്നില്ല. അവൾ പുറത്തേക്കിറങ്ങി ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ വിക്രം അവളുടെ വലതുവശത്തായി കാർ ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തി. വൈദ്യുവിന് ആ വശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. വിക്രമാണെങ്കിൽ പോകുന്നതുമില്ല. അവൾ ദേഷ്യം വന്ന് ഹോണടിച്ചു. അവൻ അവിടെ ഒരു കുലുക്കവുമില്ലായിരുന്നു. ഒടുവിൽ വൈദ്യു കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടുന്ന് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കടന്നു വന്നപ്പോൾ വിക്രം അവളുടെ മുന്നിലായി കയറി. അവൾക്ക് സൈഡ് കൊടുക്കാതെ വിക്രം അവൾക്ക് മുന്നിലായി കയറിപ്പോകുന്നുണ്ട്. കാലൻ അങ്ങർക്ക് പോകേണ്ട വഴി അല്ലാഞ്ഞിട്ട് പോലും കയറിപ്പോകുന്നു. മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കാണിച്ചു തരാം ഞാൻ. അവൾ പതുക്കെ പോയിട്ട് വേറൊരു ഇടവഴിയിലൂടെ കയറിപ്പോയി. പിന്നിൽ നോക്കിയ വിക്രത്തിന് അവൾ ഏതോ ഇടവഴിയിൽ കയറിപ്പോകുന്നതാണ് കണ്ടത്. തോമിറ്റ്. അവൻ സ്റ്റിയറിങ്ങിൽ കൈയടിച്ചുകൊണ്ട് കാർ സൈഡിലേക്ക് നിർത്തി. അല്പം ചുറ്റിയിട്ടാണെങ്കിലും വൈദ്യു വീട്ടിലെത്തി. വരുമ്പോൾ ചന്തു വീട്ടിലുണ്ടായിരുന്നു. നീ എന്തിനാ വൈദ്യു സിമെന്റ് കോളനി വഴി കയറി വന്നത്? ചന്തു രൂക്ഷമായി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വൈദ്യു കുറ്റവാളിയെപ്പോലെ തല താഴ്ത്തി നിന്നു. ചോദിച്ചത് കേട്ടില്ല നീ? എന്തിനാ അതുവഴി വന്നതെന്ന്? വൈദ്യു മുഖമുയർത്തി അവനെ നോക്കി. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ചന്തു. ചന്തു വിട്ടേക്ക്, അവൾ ഇനി അതിലെ വരില്ല. വൈദ്യു അകത്തേക്ക് കയറി നീ. ചന്തു ഉണ്ണിയമ്മയെ രൂക്ഷമായി നോക്കി. കഴിഞ്ഞതൊന്നും അമ്മ മറന്നിട്ടില്ലല്ലോ അല്ലേ? അത് ഓർമ്മ വേണം അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ. മേലിൽ ആ വഴി വന്നെന്ന് ഞാൻ അറിയാലോ. പണ്ട് അമ്മാവൻ ആദ്യമായി നിന്നെ തല്ലിയത് എന്തിനായിരുന്നെന്ന്. അതുപോലെ ആയിരിക്കില്ല ഞാൻ, താക്കീതോടെ പറഞ്ഞുകൊണ്ട് ചന്തു ബൈക്കെടുത്ത് പാഞ്ഞുപോയി. വൈദ്യു സങ്കടത്തോടെ ഉണ്ണിയമ്മയെ നോക്കി. സന്തോഷം അവനോട് പറഞ്ഞത് നീ അതുവഴി വരുന്നത് കണ്ടെന്ന്. എന്തിനാ കുട്ടി അതുവഴിയൊക്കെ വന്നത്? ഒരിക്കൽ അനുസരണക്കേട് കാട്ടിയതിന് ഏട്ടൻ മോളെ ആദ്യമായി തല്ലിയത് ഓർമ്മയുണ്ടോ? പിന്നീട് ഏട്ടൻ നെഞ്ചു കലങ്ങി കരയുന്നത് ഞാൻ കണ്ടതാ. അന്ന് നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ആ ഓർമ്മയിൽ ഉണ്ണിയമ്മ അവളുടെ കവിളിൽ തഴുകി. വൈദ്യു സങ്കടം തിങ്ങിയ മുഖത്തോടെ ഉണ്ണിയമ്മയുടെ മാറിലേക്ക് ചാഞ്ഞു. ചന്തുവിൻ്റെ ബൈക്ക് ശ്രീലകത്തേക്കാണ് പോയത്. അവിടെ താൻ അന്വേഷിച്ച അതേ കാർ മുറ്റത്ത് കിടപ്പുണ്ട്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വിക്രത്തിൻ്റെ അമ്മയാണ് പുറത്തേക്ക് വന്നത്. ആരാ? വിക്രം രാമകൃഷ്ണൻ. അയാളുടെ വീടാണോ? അതെ. എന്താ കുട്ടി? അയാളുടെ അമ്മയാണോ? അതെ. കുട്ടി അകത്തേക്ക് വരൂ.
അവൻ മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. ലേഖ ധൃതിയിൽ അകത്തേക്ക് പോയി. പിന്നാലെ ചന്തുവും. ചന്തുവിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ലേഖ വിക്രത്തിനെ വിളിക്കാനായി പോയി. ഒരു ഗ്ലാസ് ജ്യൂസുമായി വന്ന ചാരു ചന്തുവിനെ സംശയത്തോടെ നോക്കി. അവനും കണ്ടിരുന്നു തന്നെ നോക്കുന്നവളെ. ഏട്ടനെ കാണാൻ വന്നതാ മോളെ, ലേഖ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. ഞാൻ ജ്യൂസ് എടുക്കാം. ലേഖ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. വലിയേട്ടനെയോ കുഞ്ഞേട്ടനെയോ? അവൾ ഉണ്ടക്കണ്ണ് വിടർത്തി ചോദിച്ചപ്പോൾ ചന്തുവിന് ചിരി വന്നു. വലിയേട്ടൻ ഹിരൺമയി രാമകൃഷ്ണൻ, കുഞ്ഞേട്ടൻ വിക്രം രാമകൃഷ്ണൻ. ഇതിലാരെയാ കാണണ്ടേ? ലാസ്റ്റ് പറഞ്ഞ ആളിനെ. ചന്തു മറുപടി പറഞ്ഞു. കുഞ്ഞേട്ടൻ്റെ ഫ്രണ്ടാണോ? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഫ്രണ്ടല്ല, പക്ഷെ കാണേണ്ട കാര്യമുണ്ട്. ചന്തു അത് പറഞ്ഞപ്പോഴേക്കും വിക്രം ഇറങ്ങി വന്നിരുന്നു. വിക്രം അവനെ സംശയത്തോടെ നോക്കി. ആരാ? എനിക്ക് മനസ്സിലായില്ല. വിക്രം പറഞ്ഞുകൊണ്ട് സോഫയിൽ അവൻ എതിർവശത്തായി വന്നിരുന്നു. അപ്പോഴേക്കും ലേഖ അവന് ജ്യൂസ് കൊടുത്തു. എന്നെ സാറിന് അറിയില്ലായിരിക്കും, പക്ഷേ എൻ്റെ അമ്മാവൻ്റെ മകളെ സാർ അറിയും നന്നായിട്ട്. ചന്തു ഒന്ന് അമർത്തി പറഞ്ഞപ്പോൾ വിക്രം അവനെ മുഖം ചൊളിച്ചു നോക്കി. ചാരുവും ലേഖയും അവനെ തന്നെ ശ്രദ്ധിച്ചു നോക്കി.